ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ അത്യുജ്വലമായ ദിവസമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഹരിയാന തൂത്തുവാരുന്നു. ഹരിയാനയിൽ കോൺഗ്രസിന്റെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു. ഇനിയും ബിജെപിയുടെ ഏതൊക്കെ അധികായർ അതിൽ തളർന്നു വീഴും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബിജെപി 19 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. 1 മണിക്കൂർ 21 മിനിറ്റ് പിന്നിടുമ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി 1 മണിക്കൂർ 21 മിനിറ്റ് പൂർണ്ണമാകുമ്പോഴുള്ള ചിത്രമാണ് ഈ കാണുന്നത്. ജമ്മു കശ്മീരിലും കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നു. മുഹബത്തിന്റെ ദുഃഖാനിലേക്ക് കോൺഗ്രസിനൊപ്പമാണ് ഞങ്ങൾ എന്ന് ജമ്മു കശ്മീരിലെ ജനത അന്തിമമായും പ്രഖ്യാപിക്കുമോ എന്ന് മാത്രമാണ് ഈ ദിവസം ഇനി അറിയാനുള്ളത്. കാരണം ചിത്രം വ്യക്തമാണ്. ഹരിയാന തൂത്തുവാരിയിരിക്കുന്നു. കോൺഗ്രസ് ആധികാരികമായ ബിജെപിയെ ദയനീയമായി നിലംപരിശാക്കുന്ന വിജയമാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മാത്രമേ ഇനി നമുക്കറിയാം. മാർക്ക് അത് നമുക്ക് വെക്കാം. 70 കടക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇനി ഹരിയാനയിൽ നിൽക്കുന്നത്. 90 സീറ്റിൽ 70 സീറ്റും കോൺഗ്രസ് നേടുമോ എന്നുള്ള ചോദ്യം. ഇപ്പൊ 65-19 മറ്റുള്ളവർ 6 എന്ന നിലയ്ക്കാണ് സ്കോർ ഷീറ്റ് ഇരിക്കുന്നത്. അത് മാറി കോൺഗ്രസിന്റെ സീറ്റ് നില 70 കടക്കുമോ എന്നൊരു ചോദ്യം ഈ സമയം ചോദിക്കേണ്ടി വരുന്ന അളവോളം ചുരുക്കാം റാഷിദ്. ഈ മണിക്കൂറിൽ, അതായത് 1.5 മണിക്കൂർ ആവുകയാണല്ലോ വോട്ടെണ്ണൽ തുടങ്ങിയിട്ട്. 1.5 മണിക്കൂർ ആകുമ്പോഴേക്ക് 2 ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഹരിയാനയെ ചുരുക്കാം. ഹരിയാനയിൽ ആകെ അറിയാനുള്ളത് കോൺഗ്രസിന് അന്തിമമായി എത്ര സീറ്റ് അല്ലെ? അതേ അറിയാനുള്ളൂ. മുഖ്യമന്ത്രി ആരാണ്? ആ ചോദ്യം ഉത്തരം ഏറെക്കുറെ നമുക്കറിയാം. അതിൽ വലിയ അട്ടിമറിക്ക് സാധ്യതയില്ല. ഭൂപീന്ദർ സിംഗ് കൂടെയാണ് ഇത്തവണ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത്. കൂടെ തന്നെയാകും മുഖ്യമന്ത്രി എന്ന് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. പക്ഷേ പിന്നീട് വരാനിരിക്കുന്നത് മുഴുവൻ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ചോദ്യങ്ങളിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബിജെപിയോടുമുള്ള ചോദ്യങ്ങളോടാണ്. രാഹുൽ ഗാന്ധി ആവർത്തിക്കാൻ പോകുന്നു. ഹരിയാനയെ കുറിച്ച് ഇനി പറയേണ്ട കാര്യം പോലും ഇല്ല. 90 സീറ്റിൽ 65 ഇടത്തിൽ ലീഡ് നേടിക്കഴിഞ്ഞ കോൺഗ്രസ് പാർട്ടി എന്തായാലും അവിടെ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് ആഞ്ഞടിക്കുകയാണ്. ബിജെപിയുടെ എല്ലാ വൻമരങ്ങളും അവിടെ കടപുഴകി വീഴുന്നു. 19 സീറ്റുകളിലേക്ക് ബിജെപി ഒതുങ്ങുന്നതാണ് ഹരിയാന കാണുന്നത്. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരമുണ്ട്. മോദി പ്രഭാവം ഏൽക്കുന്നില്ല. അതിന് നരേന്ദ്രമോദി തന്നെ അത്രയും ശക്തമായ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അതിലൊരു മിതത്വം പാലിച്ചിരുന്നു എന്നുള്ളതും പ്രധാനമാണ്. കർണാടകയിൽ നടത്തിയതുപോലെ കാടിളക്കിയുള്ള പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലേക്കോ ജമ്മു കശ്മീരിലേക്കോ ചെന്നിട്ടുണ്ടായിരുന്നില്ല. നിഷ, അപ്ഡേഷൻ ഇങ്ങനെ ഏറെക്കുറെ 54 ജമ്മു കശ്മീരിലും 60 ഹരിയാനയിലും കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യവും മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ ദിവസം കോൺഗ്രസിന്റേതാണ് എന്ന് നമുക്ക് വ്യക്തമാകുമ്പോൾ, 1.5 മണിക്കൂർ കൊണ്ട് തന്നെ വ്യക്തമാകുമ്പോൾ, ചില പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിന് താഴെ ഓർമ്മിപ്പിക്കുന്നു, കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു മുദ്രാവാക്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ജനങ്ങൾ ഹരിയാനയിൽ 55 കോൺഗ്രസിന്റെ ലീഡ് ഒന്ന് താഴ്ന്നിട്ടുണ്ട്. 65 ആയിരുന്നു 10 മിനിറ്റ് മുമ്പെങ്കിൽ, ഇപ്പോൾ 55 പക്ഷേ അവിടെ അപകടമൊന്നും കോൺഗ്രസിന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അല്ലെ? എനിക്ക് തോന്നുന്നില്ല ഇനി അതിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഈ ഭരണത്തിലേക്ക് ആരാ എന്നുള്ളതിൽ വരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. കാരണം ബിജെപിയുടെ നമ്പർ നോക്കൂ, 28 നിൽക്കുകയാണ് ബിജെപി ഇപ്പോഴും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസിന് അവിടെ ഭരണം പിടിക്കുന്ന കാര്യത്തിൽ ഒരു ഭയപ്പാടിനുള്ള സാഹചര്യം ഉണ്ട് എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയ തോതിലുള്ള ആഹ്ലാദം. 32 ബിജെപിക്ക് ഒരു പോരാട്ടത്തിന്റെ പ്രതീക്ഷ ഉണ്ടാകുമോ? 32-51 ഇപ്പോൾ ഹരിയാനയിലെ ചിത്രം. മത്സരം കൂടുതൽ കൗതുകകരമാവുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വീണ്ടും ഹരിയാന കടക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ലീഡ് ഉയർത്താൻ ആദ്യ മണിക്കൂറുകൾ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞെങ്കിൽ ഒരു പക്ഷേ ഇത് തന്നെയാണ് അല്ലെ ഷാനി റാഷിദ്, തിരഞ്ഞെടുപ്പുകളുടെ ആകാംക്ഷ എന്ന് പറഞ്ഞു. തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം നമ്മളൊരു കായിക മത്സരം കാണുന്ന അതേ ആവേശത്തോടുകൂടി തിരഞ്ഞെടുപ്പുകൾ കാണേണ്ടി വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ നമ്പറുകൾ, ഈ സ്ക്രീനിൽ തെളിയുന്ന നമ്പറുകൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ളതാണ്. നോക്കൂ, കോൺഗ്രസ് 60 ഒരു കുതിച്ചുവരവിന് ബിജെപിക്ക് ഇപ്പോഴും കരുത്ത് ഹരിയാനയിലെ ലീഡ് നില കാണുമ്പോൾ ബാക്കിയുണ്ട് എന്നാണോ നിഷ? തീർച്ചയായും 32 സീറ്റുകളിലെ ലീഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത്ര മോശമല്ല. നേരത്തെ 19ലേക്ക് അതെ. അപ്പോൾ 32ലേക്ക് ലീഡ് ഉയർത്താൻ കഴിയുന്നു 1.5 മണിക്കൂർ പിന്നിടുമ്പോഴെന്ന് പറഞ്ഞാൽ അത് അത്ര മോശമല്ല എന്നുള്ളതാണ്. ഫരീദാബാദിലെ 3 സീറ്റുകളിൽ ബിജെപി മുന്നിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന. നേരത്തെ വളരെ പിന്നിലായിരുന്നു അവർ, ഇപ്പോൾ ആ 3 സീറ്റുകളിൽ ബിജെപി മുന്നിലായിരിക്കുന്നു. 32 സീറ്റുകളിൽ ബിജെപിക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് 51 ഇടത്ത് എന്നുള്ളതാണ്. എന്തും സംഭവം എന്ന് വെച്ചാൽ അധികാരത്തിൽ ഒരു പക്ഷേ മാറ്റം വരാനില്ല. കോൺഗ്രസ് പാർട്ടി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇനിയും പറയാൻ കഴിയുന്നത്. കാരണം 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ചെറിയ സംസ്ഥാനമാണ്, 90 സീറ്റുകളേ ഉള്ളൂ. പക്ഷേ അപ്പോഴും 32 സീറ്റ് എന്ന് പറഞ്ഞാൽ മോശമല്ല. നേരത്തെ ബിജെപി പൂർണ്ണമായി അടിപതറി പോവുകയാണെന്ന് തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ 32 സീറ്റിലേക്ക് എന്നുള്ള തൽക്കാലം ഒന്ന് നിവർന്നു നിൽക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ബിജെപി എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ 47 സീറ്റിലേക്ക് ലീഡ് കുറയുന്നുണ്ട്. അപ്പോഴും 46 എന്ന് വെച്ചാൽ ഇഞ്ചോടിഞ്ച് എന്ന പ്രതീതി ഹരിയാനയിൽ വരുന്നു. തിരിച്ചു വരുന്നു ബിജെപി, തിരിച്ചു പിടിക്കുന്നു അവരുടെ നഷ്ടപ്പെട്ട ലീഡ് നില. അതെ, ബിജെപി തീർച്ചയായിട്ടും നല്ലൊരു പ്രകടനത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ കണ്ട ട്രെൻഡ് അല്ല ഇപ്പോൾ കാണുന്നത് എന്നതാണ് ഈ മത്സരത്തെ കൂടുതൽ കൗതുകകരമാക്കുന്നത്. മത്സരം 2 ഇടത്തും തുടരുന്നു. ഒന്നും പറയാറായിട്ടില്ല. ആദ്യ മണിക്കൂറിൽ കണ്ട ലീഡല്ല, മത്സരം 2 ഇടത്തും തുടരുന്നു. താഴേക്ക് പോകുന്നു. 42 ഇടത്തേക്ക് ത്രില്ലിംഗ് ആയ ത്രസിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഹരിയാനയിലെ പോരാട്ടം തിരിച്ചു വരുന്നു. ഹരിയാനയിൽ ബിജെപി ചിത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. 40-42 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഡ്. ബിജെപി ഇത്ര കടുത്ത പോരാട്ടം ഹരിയാനയിൽ കാഴ്ചവെക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും പ്രവചിച്ചിട്ടില്ല. പക്ഷേ നോക്കൂ, 40-42 എന്ന ജനാധിപത്യത്തിന്റെ മനോഹാരിത പറയുന്ന തരത്തിലുള്ള
പ്രവചനാതീതമായ ഒട്ടും പ്രവചനാതീതമായ അവസ്ഥയിലേക്ക് ഹരിയാന വരുന്നു എന്നുള്ളതാണ്. ശക്തമായ പ്രകടനം, ശക്തമായ പോരാട്ടം. 41 ഒരു ഫോട്ടോ ഫിനിഷ് ഒന്നും ഹരിയാനയിൽ ആരും പ്രവചിച്ചതല്ല. ബിജേഷ് നോക്കൂ, 41 BJP മുന്നിൽ ആദ്യമായി ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഇന്നത്തെ ദിവസം BJP മുന്നിൽ 42 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. 46 സീറ്റ് കേവല ഭൂരിപക്ഷം ആവശ്യമുള്ള ഹരിയാനയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്നു. 40 സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് ചുരുങ്ങിയിരിക്കുന്നു. 42 സീറ്റിൽ BJP മുന്നിലാണ്. ഇപ്പോൾ ഹരിയാനയിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് BJP കാഴ്ചവെക്കുന്നത്. തുടർച്ചയായ 2 ഭരണകാലത്തിന് ശേഷം BJPക്ക് ഇത്രയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഹരിയാനയിൽ കഴിയുന്നു. 42 സീറ്റുകളിൽ ഇപ്പോൾ BJP ആണ് മുന്നിൽ. 40 സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് കുറയുന്നു എന്നുള്ളതാണ് ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാര്യങ്ങൾ മാറി മറിയുകയാണ്. കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ ആശങ്ക പടർന്നിരിക്കുന്നു. അവർ സാഹൂതം ഈ നമ്പറുകളെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 46 സീറ്റിൽ BJP, ചേരുന്നു. നിഷ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഹരിയാനയിൽ ഇങ്ങനൊരു അട്ടിമറി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? 46-38 ഇപ്പോൾ ചിത്രം. കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. AICC ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശരി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത്. BJP കേവല ഭൂരിപക്ഷത്തിന്റെ നോക്കൂ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നുള്ളത്. കോൺഗ്രസിന്റെ സംഖ്യ ഒന്നുകൂടി കുറഞ്ഞിരിക്കുന്നു. 37ലേക്ക് കോൺഗ്രസ് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. BJP 46ലേക്ക് എത്തിയിരിക്കുന്നു. INLD 3-ലും മറ്റുള്ളവർ 4-ലും ലീഡ് ചെയ്യുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. ഹരിയാനയിൽ BJPക്ക് ഭരണം പിടിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് വലിയ തോതിലുള്ള 19 സീറ്റിലേക്കൊക്കെ ലീഡ് ചുരുങ്ങിപ്പോയിരുന്ന BJP വളരെ പെട്ടെന്ന് കുതിച്ചുചാട്ടം നടത്തി 46ലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് 37 എന്നുള്ളതിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. AICC ആസ്ഥാനത്ത്, കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് ആഘോഷ പരിപാടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഹരിയാനയിൽ BJPക്ക് കഴിയും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ BJP പോലും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സംശയമാണ്. കാരണം അവസാന നിമിഷം അവർക്ക് മുഖ്യമന്ത്രി അടക്കം മാറ്റേണ്ട സാഹചര്യമുണ്ടായി. ദേശീയ ശ്രദ്ധയാകർഷിച്ച കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവുമെല്ലാം ദേശീയ ശ്രദ്ധയാകർഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന് ജനങ്ങൾ തിരിച്ചടി നൽകിയെന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ പോകുമോ എന്നുള്ള ആശങ്ക BJP ക്യാമ്പിലും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ആ പാർട്ടിയുടെ പ്രകടനം, BJPയുടെ പ്രകടനം പോകുന്നു. 46 സീറ്റിലേക്ക് BJPക്ക് തിരികെ കയറാൻ കഴിയുന്നു എന്ന് പറയുന്നത് തീർച്ചയായും വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് രാവിലെ ഹരിയാന ഫലം വന്നപ്പോ എന്തായിരുന്നു ഒരു ബഹളം! കർഷക സമരം, ഗുസ്തിക്കാരുടെ മത്സരം, ഒളിമ്പ്യനെ ഇറക്കിയിരിക്കും, മലപ്പുറം കത്തി. എന്തായി? ഇന്ന് രാവിലെ പല ചാനലുകളും ഞാൻ കണ്ടപ്പോ എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു. പടക്കം പൊട്ടിക്കൽ മുഹബത്ത് കാ ദുക്കാനിൽ ലഡു വിതരണം ചെയ്യാൻ ആര്? മാധ്യമങ്ങളും. ആ ബിനു വിജോണിനെയും മറ്റേ പ്രശാന്ത് രഘുവംശം 2 ദിവസം ശ്രദ്ധിക്കണേ. കെട്ടിത്തിന് ചാവൂന്നറിയില്ല. അവർക്ക് എന്തുമാത്രം സങ്കടമാണെന്നറിയാം. വളരെ ശ്രദ്ധിക്കണം. എല്ലാരും ഉണ്ട്. ഞാൻ ഒരാളെ പേര് പറയുന്നത്. ആത്മഹത്യയെന്ന് പേടിയായി. രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ഇലക്ഷനാവും. ഹിന്ദി ഹൃദയഭൂമിയിലാണ്. അതേടെ ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ് ഹരിയാന. കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ്. നിങ്ങൾക്ക് കഴിയില്ല. 10 കൊല്ലം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലാണ്. ഹിന്ദി ഹൃദയത്തിലല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ.